ഭ്രാന്തൻ സ്വപ്നങ്ങളുടെ പേരിൽ കുപ്രസിദ്ധനാണ് സ്പേസ് എക്സ് മേധാവി ഇലോൺ മസ്ക്. മസ്കിൻ്റെ സ്വപ്നമാണ് ചൊവ്വയിൽ താമസിക്കുക എന്നത്. തനിച്ച് താമസിക്കലല്ല, 10 ലക്ഷത്തോളം പേർക്കും താമസ സൗകര്യം ഒരുക്കണമെന്ന സ്വപ്നമാണ് മസ്കിനുള്ളത്. ഈ ഭ്രാന്തൻ സ്വപ്നം യാഥാർത്ഥ്യത്തോട് അടുക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഏതാണ്ട് 20 വർഷത്തിനുള്ളിൽ തൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാനാണ് മസ്കിൻ്റെ ശ്രമം. ഈ സ്വപ്നത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നും അതിനായുള്ള പരിശ്രമം വർദ്ധിപ്പിച്ചെന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ചെറിയ താഴികക്കുടങ്ങളുടെ ആകൃതിയിലുള്ള പാർപ്പിടങ്ങളാണ് ചൊവ്വയിൽ താമസിക്കുന്നവർക്കായി നിർമ്മിക്കുന്നത്. ഒരു ടീം ഇതിൻ്റെ പ്ലാൻ തയ്യാറാക്കി വരുന്നു. ചൊവ്വയിലെ പ്രതികൂല കാലാവസ്ഥയെ അതിജീവിക്കാനുള്ള സ്പേസ് സ്യൂട്ടുകൾ നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് മറ്റൊരു ടീം. ചൊവ്വയിൽ മനുഷ്യർക്ക് കുട്ടികളുണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നും പഠിക്കുന്നുണ്ട്. മെഡിക്കൽ ടീമിനാണ് ഇതിൻ്റെ ചുമതല. ചൊവ്വയിൽ ഇതുവരെ മനുഷ്യർ കാലുകുത്തിയിട്ടില്ല. 2040കളിൽ ചൊവ്വയിൽ മനുഷ്യരെ ഇറക്കാൻ സാധിക്കുമെന്നാണ് നാസ കരുതുന്നത്. തരിശായ പ്രതലവും ഐസിൻ്റെ അത്രയും തണുപ്പുള്ള കാലാവസ്ഥയും പൊടി കൊടുങ്കാറ്റുകളും ശ്വസിക്കാൻ സാധിക്കാത്ത വായുവുമെല്ലാമാണ് ചൊവ്വയിലുള്ളത്. ഇതിനെയൊക്കെ അതിജീവിച്ച് ചൊവ്വയിൽ താമസിക്കുമെന്ന വാശിയിലാണ് മസ്ക്. ചൊവ്വാ ദൗത്യത്തിന് മസ്കിനെ സഹായിക്കാൻ അദ്ദേഹത്തിൻ്റെ തന്നെ 6 കമ്പനികളുണ്ട്. മസ്ക് സ്ഥാപിച്ച ടണൽ ഉണ്ടാക്കുന്ന ദി ബോറിംഗ് കമ്പനിയാണ് ചൊവ്വയിലെ പ്രതലത്തിൽ കുഴിക്കാനുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കുക. മസ്കിൻ്റെ ഇലക്ട്രിക് കാർ കമ്പനിയായ ടെസ്ല നിർമ്മിച്ച സ്റ്റീൽ കവചമുള്ള സൈബർ ട്രക്കുകളായിരിക്കും ചൊവ്വാവാസികൾ ഓടിക്കുക. ഭൂമിയുമായി ബന്ധമില്ലാതെ സ്വതന്ത്രമായി നിലനിൽക്കാൻ സാധിക്കുന്ന സമൂഹത്തെ ചൊവ്വയിൽ കെട്ടിപ്പടുക്കാനാണ് മസ്കിൻ്റെ ശ്രമം. മസ്ക് മാത്രമല്ല, സ്പേസ് എക്സിലെ 12,000-ലേറെ ജോലിക്കാരും അന്യഗ്രഹവാസം സ്വപ്നം കാണുന്നുണ്ടത്രേ. ചൊവ്വയിൽ വസിക്കുക, റോക്കറ്റ് പാരൻറ്റ് തുടങ്ങിയ ടീഷർട്ടുകൾ ഇട്ടുകൊണ്ടാണ് അവർ ജോലിക്കെത്തുന്നത് പോലും. എന്നാൽ മസ്കിൻ്റെ ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വെല്ലുവിളികളേറെയുണ്ട്. 10 ലക്ഷം പേരെ പൊടുന്നനെ ചൊവ്വയിൽ ഇറക്കാനൊന്നും സാധിക്കില്ല. ഏതെങ്കിലും രീതിയിൽ ചൊവ്വാവാസം സാധ്യമായാൽ പോലും ലക്ഷക്കണക്കിന് പേരെ എത്തിക്കാൻ പതിറ്റാണ്ടുകൾ വേണ്ടിവരും. മസ്കിൻ്റെ ജീവിതകാലത്ത് ചൊവ്വയിൽ നഗരം പണിയാനാവുമോ എന്ന് പോലും സംശയമാണ്. ഒരു ശാസ്ത്ര നോവലാണ് ഈ ഭ്രാന്തമാശയത്തിലേക്ക് മസ്കിനെ നയിച്ചത്. 10ാമത്തെ വയസ്സിലാണ് ഐസക് അസിമോവിൻ്റെ ശാസ്ത്ര നോവൽ ഫൗണ്ടേഷൻ മസ്ക് വായിച്ചത്. ഇതിലെ നായകൻ ആകാശവീഥിയിൽ കോളനി പണിത് മനുഷ്യരാശിയെ രക്ഷിക്കുന്നുണ്ട്. ഇതാണ് മസ്കിൽ ചൊവ്വാ ദൗത്യമെന്ന സ്വപ്നത്തിൻ്റെ വിത്തുവാകിയത്. അദ്ദേഹം 2001-ൽ റഷ്യയിൽ നിന്ന് ഒരു റോക്കറ്റ് വാങ്ങി ചൊവ്വയിൽ ഇറക്കാൻ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ റഷ്യക്കാർ അത് മസ്കിന് വിൽക്കാൻ വിസമ്മതിച്ചു. അതിൻ്റെ പ്രതികാരമായാണ് മസ്ക് 2002-ൽ സ്പേസ് എക്സ് സ്ഥാപിച്ചത്. ചൊവ്വയിൽ ഇറക്കാൻ പുനരുപയോഗിക്കാവുന്ന ഒരു റോക്കറ്റ് സ്പേസ് എക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഏകദേശം 4000 അടിയാണ് ഈ സ്റ്റാർഷിപ്പിൻ്റെ നീളം. സ്റ്റാർഷിപ്പിൽ 100 യാത്രക്കാരെ വെച്ചായിരിക്കും ഭൂമിയിൽ നിന്ന് ഏകദേശം 140 ദശലക്ഷം മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ചൊവ്വയിലേക്ക് ആദ്യം കൊണ്ടുപോകാൻ ശ്രമിക്കുക. ചൊവ്വയിലെത്താൻ പ്രതീക്ഷിക്കുന്ന സമയം 9 മാസമാണ്. ആദ്യ പോക്കുവരവിൽ സ്റ്റാർഷിപ്പിൽ കുട്ടികളെ കയറ്റില്ലെന്ന് മസ്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം അപകടം പിടിച്ച യാത്രയാണത്. എങ്കിലും ഒരു കാലത്ത് കുട്ടികൾക്ക് ചൊവ്വയിൽ വസിക്കാമെന്നും മസ്ക് സ്വപ്നം കാണുന്നു. മസ്കിൻ്റെ ഈ ഭ്രാന്തൻ സ്വപ്നം യാഥാർത്ഥ്യമാകുമോ? കൗതുകത്തോടെ കാത്തിരിക്കുകയാണ് ലോകം.